ശരി, നമ്മൾ സന്നിധാനത്തേക്ക് പോകുമ്പോൾ കൃഷ്ണൻ ഇനി 7 നാളുകൾ മാത്രമാണ് ആ അസുലഭ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ളത്. ജ്യോതി തെളിയാൻ ഇനി ഒരാഴ്ച മാത്രം. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഭക്തജന തിരക്ക് കൂടും, ഒരു സംശയവും വേണ്ട. ഈ മകരവിളക്ക് കാലം അയ്യനെ കണ്ട് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഭക്തന്മാരുണ്ടാകും. അങ്ങനെ ഭക്തജനത്തിരക്ക് കയറുകയാണ്. 1 ലക്ഷത്തോടടുത്ത് 1 ലക്ഷത്തിന് പുറത്തും ഒക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ. അഖിൽ പാലോട്ട് മഠം ഒപ്പം ചേരുന്നുണ്ട്. അഖിൽ, അത് തന്നെയാണ് ചോദ്യം, ഭക്തജനത്തിരക്ക് എങ്ങനെ? കൃഷ്ണരാജ്, ദേവിക, സ്വാമി ശരണം. ശബരിമലയിൽ ഭക്തജന തിരക്ക് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന കണക്കുകൾ തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത്, അയ്യപ്പ ഭക്തരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഏകദേശം പമ്പ വഴി മാത്രം അയ്യപ്പ ദർശനത്തിനായി എത്തിയിട്ടുള്ളത് 92,715 പേരാണ് പമ്പ വഴി മാത്രം അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തിയത്. അതായത് 1 ലക്ഷത്തേക്ക് അടുക്കാൻ ഇനി കുറച്ച് ആൾക്കാർ മാത്രമാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയ ആൾക്കാരുടെ എണ്ണമാണ്. വലിയ ഒരു 1/4 ലക്ഷത്തോളം അടുപ്പിച്ച് അയ്യപ്പ ഭക്തരാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ അയ്യപ്പ ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. 25,449 അയ്യപ്പ ഭക്തരാണ് ശബരിമല ദർശനത്തിന് വേണ്ടി സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തിയത്. അതായത് 92,719 അയ്യപ്പ ഭക്തർ പമ്പ വഴി എത്തുമ്പോൾ പുൽമേട് വഴി ഏകദേശം എന്തായാലും 4,000-ലധികം അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ടാവും. കാനനപാത വഴി എത്തുന്നുണ്ടാവും. മറ്റു സിവിൽ ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർ എന്തായാലും ഇന്നലെയും 1 ലക്ഷത്തോളം അടുപ്പിച്ചുള്ള അയ്യപ്പ ഭക്തർ ഇന്നലെയും ശബരിമല ദർശനത്തിനായി എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 7 ദിനരാത്രങ്ങൾ മാത്രമാണ് ഒരു അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലുള്ള ആ മകരജ്യോതി കാണുവാൻ, മകരവിളക്ക് കാണുവാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഏകദേശം 5 ദിവസം കൂടി കഴിയുമ്പോൾ ഭഗവാന് ചാർത്താനുള്ള തിരുവാഭരണം ആ പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടും. അത് ഏകദേശം ഒരു 45ഓളം ക്ഷേത്രങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് പന്തളത്ത് നിന്ന് അത് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. വൈകുന്നേരം മകരസംക്രാന്തി പൂജയിൽ തന്നെ അത് ചാർത്തി ഭഗവാനെ ഐശ്വര്യപൂർണമായ മകരസംക്രാന്തി പൂജ ഉണ്ടാകും. അവിടെ നിന്നാണ് പിന്നീട് മകരവിളക്കിലേക്ക് പോവുക. എന്തായാലും ശബരിമല സന്നിധാനം 10-ാം തീയതി മുതൽ എത്തുന്ന അയ്യപ്പ ഭക്തർ പിന്നെ 14 കഴിഞ്ഞിട്ടായിരിക്കും ശബരിമല സന്നിധാനം വിട്ടുപോവുക എന്നുള്ള ഒരു കണക്കുകൂട്ടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് ഇപ്പോൾ തന്നെ. എന്തായാലും ശബരിമല സന്നിധാനം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന തിരക്കുകൾ അനുഭവപ്പെടുന്ന ഒരു ദിവസങ്ങളായി മാറുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് നമ്മൾ ദൃശ്യങ്ങൾ പോലും പരിശോധിച്ച് നോക്കിയാൽ വലിയ ഒരു ഭക്തജന തിരക്കിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിലൂടെ, അതായത് 18 പടി താണ്ടി ഫ്ലൈ ഓവറിലെത്തി ശ്രീകോവിലിനരികിലേക്ക് കാത്തു നിൽക്കുന്ന, അതായത് ശ്രീകോവിലിനരികിലേക്ക് അയ്യപ്പ സ്വാമിയെ ഒരു നിമിഷം കണ്ട് ആപൽബാന്ധകനും അന്നദാനപ്രഭുവുമായ ആ പൊന്നയ്യപ്പ സ്വാമിയെ കണ്ട് ഇപ്പോൾ നെയ്യഭിഷേകത്തിന്റെ സമയമാണ്. ഏകദേശം 7:30 വരെ നെയ്യഭിഷേകം ഉണ്ടാകും. അതിനുശേഷമാണ് ഉഷപൂജയിലേക്ക് കടക്കുക. എന്തായാലും ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ സ്വാമിയെ കണ്ടു തൊഴുക, അയ്യപ്പ സ്വാമിയെ ഒരു നിമിഷമെങ്കിലും ഒന്ന് ആ കൺകുളിർക്കെ കാണുക എന്ന ആത്മനിർവൃതിയോടെ കാത്തു നിൽക്കുന്ന ഈ തണുപ്പത്തും ഈ മകരമാസമാണ്. അത്രയധികം തണുപ്പിലേക്ക് പോകുന്ന ആ ദിവസങ്ങളാണ്. എന്തായാലും വലിയ ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അത് മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള ഭക്തജന തിരക്കാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിലും അധികമായിരിക്കും അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസ് അയ്യപ്പന്മാർ പോലും പങ്കുവെക്കുന്ന കണക്ക് അനുസരിച്ചാണ് എങ്കിൽ മകരവിളക്കിന് മുന്നോടി, അതായത് 14 മകരവിളക്കിന് മുന്നോടിയായി 12, 13, 14 ദിവസങ്ങളിലൂടെ ഏകദേശം 3.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ടാകും. ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതിനോടൊപ്പം തന്നെയാണ് സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തുന്നുണ്ട്. 12, 13 ദിവസങ്ങളിലായിരിക്കും അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക. 12-ാം തീയതി അത് 5000 ആയും 13-ാം തീയതി അത് 60 ഇത് 3000-ലേക്കുമൊക്കെ ആയിരിക്കും അത് നിജപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിയാദരപൂർവമായി, ഭക്തിസാന്ദ്രമായി, ശരണമന്ത്രമുഖരിതമായി ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ നിമിഷവും കടന്നു പോകുകയാണ്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് മകരവിളക്ക് കാണുക എന്നുള്ള ആത്മസംതൃപ്തിയുടെ, ആത്മാഭിമാനത്തിന്റെ ആ നിമിഷത്തിലേക്ക് ഓരോ അയ്യപ്പ ഭക്തനും അടുക്കുകയാണ്. കൃഷ്ണരാജ്.